ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ ആരും ഷെയർ ചെയ്യാത്ത എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു കിടിലൻ ഐഡിയ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് പരീക്ഷിച്ച് വളരെയധികം സക്സസ്ഫുള്ളായി. സോ നിങ്ങൾക്കും കൂടി ആ ഐഡിയ പറഞ്ഞു തരാം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ആ കാര്യം പറഞ്ഞു തരുന്നത്. ടെറസ് കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ മുകളിലേക്ക് കയറ്റുന്നത്. അത് ഒന്നാമത്തെ നിലയിലായിരിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയിലായിരിക്കും നിങ്ങൾ കൃഷി ചെയ്യുക. ഇപ്പോൾ ഞങ്ങളുടെ കൃഷിക്ക് ആവശ്യമായ ഈ ബോട്ടിലുകൾ, അതുപോലെ തന്നെ ഇഷ്ടിക, വളം, മണ്ണ്, ഇതൊക്കെ ഞങ്ങൾക്ക് മുകളിലേക്ക് കയറ്റേണ്ടതായിട്ട് വന്നു. അപ്പോൾ നോർമലായിട്ട് എല്ലാവരും സ്റ്റെയർ കേസ് വഴിയാണ് ഈ സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അത് വളരെ എഫേർട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിച്ചു, നമുക്ക് ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും സംവിധാനമുണ്ടോ നമുക്ക് ഈ സാധനങ്ങൾ മുകളിലേക്ക് എത്തിക്കാനായിട്ട്. അത് എഫേർട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ സാധനങ്ങൾ എങ്ങനെ മുകളിലേക്ക് എത്തിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു ഉദിച്ച ഒരു ഐഡിയ ആണ് ഞങ്ങളുടെ ടെറസ് കൃഷി ഞങ്ങൾ അപ്ലൈ ചെയ്തത്. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുള്ളായി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ ഐഡിയ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കപ്പി ഉപയോഗിച്ചിട്ട് വെയിറ്റുള്ള സാധനങ്ങൾ ഉയരത്തിലേക്ക് നമുക്ക് വലിച്ചു കയറ്റാം. നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ട് കപ്പി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭാരം കുറച്ച് ഫീൽ ചെയ്യുള്ളൂ. അത് സിംഗിൾ പുള്ളി സിസ്റ്റമാണ്. അപ്പം ഞങ്ങളിവിടെ അപ്ലൈ ചെയ്തത് അതിൽ നിന്നും കുറച്ചുകൂടി ചേഞ്ച് വരുത്തിയിട്ടാണ് ഞങ്ങളിവിടെ അത് അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ അതിൻ്റെ ഭാരം നമുക്ക് വളരെ കുറച്ചാണ് ഫീൽ ചെയ്തിരുന്നത്. ഞങ്ങളൊരു 25 കിലോ വരെ ഭാരമുള്ള സാധനങ്ങളാണ് മുകളിലേക്ക് വലിച്ചു കയറ്റുന്നത് ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളതിൽ സിമ്പിൾ പുള്ളി അല്ലാണ്ട് ഒരു ഡബിൾ പുള്ളിയാണ് അപ്ലൈ ചെയ്തത്. 2 കപ്പിയാണ് ഞങ്ങൾ അതിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ഭാരം വളരെ കുറവാണ് തോന്നിയിരുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഐഡിയ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു അഡീഷണൽ ഹുക്ക് അതിന്മേൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതുമ്മയാണ് നമ്മൾ വലിയ കപ്പി തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെൻഷെയ്ഡിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വേണം പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ സാധനങ്ങൾ വലിക്കുമ്പോൾ അതിന്മേൽ തട്ടും. പിന്നെ ചെറിയ കപ്പി നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നത് ഭാരം വലിക്കുന്ന പാത്രത്തുമ്മയാണ്. അതായത് നമ്മൾ ഭാരം വഹിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പെയിൻറ്റിൻ്റെ ബാസ്ക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുമ്മയാണ് നമ്മൾ ആ ചെറിയ കപ്പി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കയറും ഒരു വലിയ കപ്പിയും ഒരു ചെറിയ കപ്പിയാണ്. കയറ് നമ്മൾ ആ ഫ്രെയിമേ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ കയറ് നമ്മൾ ചെറിയ കപ്പിയുടെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വലിയ കപ്പിയും ഇട്ടേക്കാണ്. ഈ കയറ് നമുക്ക് മുകളിൽ നിന്നിട്ടും വലിക്കാം, ഇല്ലെങ്കിൽ താഴെ നിന്നിട്ടും വലിക്കാം. താഴെ നിന്ന് വലിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭാരം മുകളിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റുക. മുകളിൽ നിന്ന് വലിക്കുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ താഴെ നിന്ന് വലിക്കുന്നതാണ്. ഞങ്ങൾക്ക് അങ്ങനെ വലിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ നമ്മൾ ഈ 2 കുളത്താണ് ഇട്ടിരിക്കുന്നത്. ആ കുളത്ത് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. പിന്നെ നമ്മൾ 25 കിലോൻ്റെ ചാക്കൊക്കെ മുകളിലേക്ക് കയറ്റിയത് ആ കുളത്ത് ആ ചാക്കം ഇട്ടിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിമേ കൊട്ട വയ്ക്കാം, ചാക്ക് തൂക്കിയിടാം, അതുപോലെ തന്നെ ഇങ്ങനത്തെ ബക്കറ്റൊക്കെ ആണെങ്കിൽ തൂക്കിയിടാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ആവശ്യമുള്ളതനുസരിച്ച് അതിനനുസരിച്ചിട്ട് തൂക്കിയിട്ടിട്ട് മുകളിലേക്ക് വലിക്കാം. ഞങ്ങളുടെ ടെറസ് ഗാർഡനിങ് ആവശ്യമായ മണ്ണ്, ബോട്ടിൽ, വളം, ഇഷ്ടിക,
ഇതെല്ലാം തന്നെ ഞങ്ങൾ ഈ കപ്പി സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് താഴെ നിന്ന് മുകളിലേക്ക് വലിച്ചു കയറ്റിയത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെയധികം സമയം കുറവാണ് വേണ്ടി വന്നത്. അതുപോലെ തന്നെ നമുക്ക് എഫേർട്ടും വളരെ കുറവായിരുന്നു. 2 കപ്പി ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വലിക്കുന്ന സാധനത്തിൻ്റെ ഭാരം ഈ 2 കപ്പിയിലേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എഫക്റ്റീവ്ലി നമുക്ക് കുറച്ച് ഭാരം മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഈ കപ്പി സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് ഒരു ലോഡ് മണ്ണൊക്കെ കയറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കയറ്റിയിരിക്കുന്നത് ഈ കപ്പി സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഓൺലൈനിൽ നമുക്ക് കാണാം ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അത് 500 കിലോ വരെ ഭാരം അത് വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് അവർ പ്രൈസ് പറയുന്നത് 13,000 ആണ്. അതിനൊക്കെ അവർ പ്രൈസ് പറയുന്നത്. നമുക്കിതിന് ചിലവായത് കയറും 2 കപ്പിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 200 രൂപയാണ് നമുക്കിതിന് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ കൃഷിക്ക് ആവശ്യമായ 70 ബോട്ടിലുകൾ നമ്മൾ ഫില്ല് ചെയ്തത് ടെറസിൽ വെച്ചിട്ട് തന്നെയാണ്. ടെറസിലെ മണ്ണും വളം കൂടി മിക്സ് ചെയ്തിട്ട് 70 ബോട്ടിൽ മുകളിൽ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തു. രണ്ടാമത്തെ സെക്ഷനിൽ 92 ബോട്ടിലുകൾ നമ്മൾ ഫില്ല് ചെയ്തത് താഴേന്നാണ്. താഴേന്ന് തന്നെ നമ്മൾ മണ്ണും വളം കൂടി മിക്സ് ചെയ്തിട്ട് ബോട്ടിലിൽ ഫില്ല് ചെയ്തിട്ട് താഴേന്നാണ് 92 ബോട്ടിലും നമ്മൾ മുകളിലേക്ക് എത്തിച്ചത്. വളരെ ഈസിയായി നമുക്ക് തോന്നി, നല്ല കംഫർട്ടബിളായി തോന്നി. അതുകൊണ്ടാണ് ഈ മെത്തേഡ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്തോളാം, ഷെയർ ചെയ്തോളാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം. അപ്പോൾ ഇതുപോലത്തെ പുതിയ യൂസ്ഫുള്ളായ കാര്യങ്ങൾ നമ്മൾ ഇനിയും ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.